അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നല്ല റാഹത്തായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെയും അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയാണ്. ഇന്നത്തെ എൻ്റെ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഫ്രൂട്ട്സ്, ജ്യൂസ്, ഡേറ്റ്സ്, പിന്നെ കട്ട്ലറ്റും പിന്നെന്താ ഉള്ളിപ്പക്കോടയും ഒക്കെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അരീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് മസാലയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഹമ്മൂസും പിന്നെ ചിക്കൻ ഗ്രില്ലും ആക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കടല തലേ ദിവസമേ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 കപ്പ് കടല ആണ് ഞാൻ എടുക്കുന്നത്. ബാക്കി ഞാൻ സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുക ചെയ്യുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിടാൻ മറന്നു പോകുന്ന സമയത്തൊക്കെ നമുക്കതെടുത്ത് യൂസ് ആക്കാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഹുമ്മൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഞാൻ സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടത് കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. കടല നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 5 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇവിടെ വേവിച്ചെടുത്ത കടല, പിന്നെ തഹിന അല്ലെങ്കിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ തൈര്, 2 അല്ലി വെളുത്തുള്ളി, ഒരു നാരങ്ങ, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒലിവ് ഓയിലും കൂടി യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാട്ടോ. അപ്പം ഇതെല്ലാം മിക്സാക്കി കൊടുക്കാം. 2 കപ്പ് കടല വേവിച്ചതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തഹീന എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ തൈര്, 2.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ സ്ക്വീസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാരങ്ങയും ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഒലിവ് ഓയിൽ, കുറച്ച് ഒലിവ് ഓയിൽ മാത്രം ഇപ്പോൾ ഒഴിച്ച് മിക്സി അതിൽ അടിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ തൈരൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഡയറക്റ്റ് മിക്സിയിലിട്ട് വരുമ്പോഴേക്കും അത് അടിഞ്ഞ് വരുമ്പോഴേക്കും മിക്സി കേടാകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് കടലയൊക്കെ നല്ല രീതിയിൽ അടിഞ്ഞ് വരുന്ന രീതിയിൽ ഇത് അടിച്ച് എടുക്കാം. അപ്പം നമുക്ക് കറികളില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുബൂസും ഈ ഹമ്മൂസും കൂടി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ചിക്കൻ ഗ്രില്ലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ലെഗാണ് ഇന്നിപ്പോൾ ഗ്രില്ലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് വരഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മസാല ആക്കാം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ നീര്, പിന്നെ തൈര് ഒരു 2 ടേബിൾ സ്പൂൺ, ഫുള്ളില്ല, അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവറാട്ടോ, ഇവിടെ അതിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ആ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റാക്കാനായിട്ട് വെക്കുക. കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഞാനിവിടെ ഓവർനൈറ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പം ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് രാത്രിയാട്ടോ ഞാൻ ഗ്രില്ലാക്കി എടുത്തത്. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഒന്ന് പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം തീ കൂട്ടി വെച്ചിട്ട് പ്രീ ഹീറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കുക്കിംഗ് റേഞ്ചിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് ട്രേയിൽ ഒരു അലുമിനിയം ഫോയിലും കൂടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ചിക്കൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ ഗ്രില്ലായി വരുന്ന സമയത്ത് അതിങ്ങനെ താഴേക്ക്
വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു 10 മിനിറ്റോളം ഒരു ഹൈ ഫ്ലെയിമിലായിട്ട് ഇട്ട് കൊടുത്തേക്കുക. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഒന്ന് മുകളിലെ ഭാഗമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ടും കൂടി കുറച്ച് വേവിച്ചെടുക്കുക. ഒരു സൈഡ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് ഒരു സൈഡ് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സൈഡ് ഒരു 10-15 മിനിറ്റ് ഒക്കെ ആട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കുവാണ്. ഇപ്പം എല്ലാം നല്ല രീതിയിൽ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ എല്ലാം നല്ല രീതിയിൽ ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എടുത്ത് നമ്മൾ മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുവാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കുന്നത്. എണ്ണയൊന്നും അധികം യൂസ് ആക്കുന്നില്ല. ഇപ്പം നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എണ്ണ പലഹാരമൊക്കെ ഒത്തിരി യൂസ് ആക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഡിന്നറാക്കാമെന്ന് വിചാരിച്ച് ആക്കിയിട്ടുള്ളതാട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ മോനെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. മോനെ എഴുതാനും ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് ആൾ. അപ്പം ഈ ഒരു സമയത്ത് ഞാനിപ്പം ഡിന്നർ സെർവ് ചെയ്യുവാണ്. കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുബൂസും ഹമൂസും പിന്നെ ചിക്കൻ ഗ്രില്ലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.